ലക്ഷ്മിയ, നീ ഞാൻ വെളുക്കുന്ന നേരത്തെ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞ മാതിരി നേരം വെളുത്താലും വെളുക്കില്ല. അപ്പന് വെള്ളം ഒടിച്ച് കഴിയുമ്പോഴാ ബോധം പറഞ്ഞത്. ആനോട് കാണിക്കണ ഒരു മര്യാദ. അപ്പന് മാനസാന്തരം വരാൻ ഇടവകയിൽ അച്ഛനെ വിളിച്ച കൂട്ടപ്രാർത്ഥന. പിന്നെ ഇവന്റെ തോന്നിയാസിന് ഇടവകയിലച്ച കൂട്ടിക്കല്ലേ. അച്ഛനല്ലെങ്കിൽ എന്താ, ചെറിയ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? ചെറിയ അച്ഛനല്ലേ അച്ഛനല്ലേ? 2 കുട്ടികളുടെ അച്ഛൻ. ഞാൻ സോപ്പ് എടുക്കട്ടെ? പോത്തുകളെ ആരെങ്കിലും സോപ്പ് തേച്ച് കുളിപ്പിക്കാറുണ്ടോ മോളെ? അപ്പൊ നമ്മളെ പോത്തൊന്ന് വിളിക്കണു. അത് നിന്നല്ലേടാ, അന്യ. അപ്പൊ ഞാനാരാ? നീ പോത്തും കുഞ്ഞ്. തലയിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ, മുടിയില്ലാത്തതാ. വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെയാ. എന്തായാലും വേണ്ടില്ല. കുറെ കള്ളും കോഴിയും കിട്ടിയപ്പോ നിന്റെ അച്ഛന്റെ പരിഭവം മാറിയല്ലോ. മാറി. ഇവൻ നമ്മടെ മുത്തല്ലേ, അപ്പന്റെ വെളുത്ത മുട്ട. അതാണ് എന്റെ കർത്തപ്പൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ പോണ കാര്യം മാത്രം അമ്മയോടും മോനോടും അപ്പന് നോ യോജി നടക്കില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും അപ്പൻ പിന്നില്ല. കെട്ടിപ്പിടിച്ചിരുന്നു. ഇത് ആരുടെ കാറ്? തോമസ് മാത്യു സാറിന്റെ. ഏത് തോമസ് മാത്യു? ആദിയുടെ സ്പോൺസർ. അങ്ങേരെ ആസ്ട്രേലിയക്ക് പോകാനുള്ള വിസയുമായി വന്നതാ. ഞങ്ങൾ ആദ്യം ഒന്ന് ആസ്ട്രേലിയക്ക് പോയിച്ചു വരട്ടെ. ഈ വീട്ടുമുറ്റത്തും കിടക്കും ഇതുപോലെ ഒരു കാറ്. ഞാൻ ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും പെട്ടെന്ന് ആദ്യത്തിന് 10 പേരെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന്. ഇത് 10 പേരുടെ വിസയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. പിന്നെ ഇത് ആദിക്കുള്ള വിസ. ഇതൊരിക്കലും എന്റെ ഔദാര്യമല്ല, ആദിയുടെ ഹാർഡ് വർക്കിനുള്ള കോംപ്ലിമെന്റ്. താങ്ക് യു സർ. ഇതെന്റെ അമ്മയാണ്. പറയാതെ തന്നെ മനസ്സിലാവും അമ്മയുടെ സൗന്ദര്യമാ ആദിക്ക് കിട്ടിയിരിക്കുന്നത്. സർ, ഇതെന്റെ അപ്പനാ. നോനോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, സത്യോട്ട് എന്റെ അപ്പനാ. ഇത് ആദിയുടെ അപ്പനാണെന്ന് കണ്ടാ പറയില്ല. ഈ പ്രായത്തിൽ ഇത്രയും മുതിർന്ന മകനോ? ആദിയുടെ ഫാദർ വളരെ യങ് ആണ്. എനിവേ, യു ആർ ലക്കി. ആദി, ഇപ്പൊ വരാപ്പാ. അവന് പോകാനുള്ളതെല്ലാം ശരിയായി. ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ടെന്താ ഇങ്ങനെ മുഖം കറുപ്പിച്ച്? അതിന് എന്റെ മുഖം വെളുത്തിട്ടല്ലോ ലക്ഷ്മി. അവനൊരു നല്ല ഭാവി ഉണ്ടാവണം തന്നെ എന്റെയും പ്രാർത്ഥന. പക്ഷേ നമുക്കിടയിൽ അവനില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പൊ നെക്സ്റ്റ് മൺഡേ ഹോട്ടൽ വൈറ്റ് സിറ്റി. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. 1 മിസ്റ്റർ തോമസ് മാത്യു, റൂം നമ്പർ 105. 1 സെക്കൻഡ് സർ. സോറി സർ, തോമസ് മാത്യു എന്നൊരാളിവിടെ റൂം എടുത്തിട്ടില്ല. അവനാ ആന്റണി ആദിത്യവർമ്മ. അവനിപ്പോൾ ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ എത്തിക്കാണും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വിവരം പാവം അവൻ അറിയില്ലല്ലോ. ഏക് ബുദ്ധു ഹേ ദുനിയാ കാ നമ്പർ 1 ബുദ്ധു. ആന്റണി ആദിത്യവർമ്മ.
गाओ पियो मजा करो. എടോ, ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ഇതുപോലുള്ള നിരവധി ചീറ്റിങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും നിന്നെ പോലൊരാൾ അവന്റെ വലയിൽ വ്യാജ മേൽവിലാസവും മരിച്ചുപോയ ഒരാളുടെ പേരിലുള്ള മൊബൈൽ ഫോണും അവൻ നിന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആദിത്യ, നീ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടക്കും. ഇനി അവൻ പിടിക്കപ്പെട്ടാലും അവന്റെ പേരിൽ സ്വത്തില്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്നത് കുറച്ചു കാലത്തെ ജയിൽവാസം. അതുകൊണ്ടൊന്നും നീ മീഡിയേറ്ററായി വാങ്ങിക്കൊടുത്ത 40 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കർത്താവേ, എന്റെ ലോറി ഇനി ആന്റണിയുടെ മുറ്റത്ത് കിടന്ന് അത് അപകടമാ. എടുത്തു മാറ്റിക്കളയാം. ഇനി അവൻ ഈ വളയം പിടിക്കണ്ട. ഞാനല്ലേ തെറ്റിയത്? അവരെന്നെ ശിക്ഷിച്ചോട്ടെ. അവരെന്തിനപ്പുറം അകത്തേക്ക് കയറി പോടാ. ഇനിയെങ്കിലും അപ്പം പറയണൊന്ന് കേക്കണ. മതി, നിർത്ത്. ഇനിയൊന്നും പറയരുത്. ആരെയും കണ്ണടച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ആന്റണിയുടെ മകൻ ഒരു അബദ്ധം പറ്റി. എല്ലാരും അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. ഞാൻ പറയട്ടെ, കർത്താവിന് നിരക്കാത്ത ഒന്നും ഞാൻ എന്റെ കുടുംബം ചെയ്തിട്ടില്ല. ഈ വീടും സ്ഥലം വിറ്റിട്ട് ഞാൻ നിങ്ങളുടെ കാശ് തരും. ആന്റണി വെറുമ്പാക്ക് പറയാറില്ല. ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതിനൊരു അല്പം സാവകാശം എനിക്ക് തരണം. എല്ലാരും പിരിഞ്ഞു പോണം. ആന്റണി പറഞ്ഞിട്ട് പോവാ. എവിടെയാടാ നിന്റെ മോൻ? വിളിക്കവനെ. അവനെ നീ എവിടെ ഒളിപ്പിച്ചാലും ഞങ്ങൾ പൊക്കും. ഏയ് വേണ്ട, നമ്മുടെ ആന്റണി ചേട്ടനോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും 5 കാശ് പ്രതിഫലം വാങ്ങാതെ നാട്ടു റോഡിൽ വെച്ച് നല്ല നാടൻ പാട്ടും നാടൻ തല്ലും കാഴ്ചവെച്ച വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം. കലാകാരന്മാരെ ബഹുമാനിക്കണ്ടേ? ആദിത്യനെ കാണേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഇടപാട് നമ്മൾ തമ്മിലായിരുന്നല്ലോ. 4 ലക്ഷം രൂപ എന്നോട് വാങ്ങിയത് ആന്റണിയാ. അല്ലേ ആന്റണി? അതെ. കേട്ടോടാ, ആന്റണി സത്യസന്ധന. ആന്റണിയുടെ വാക്ക് വിശ്വസിച്ച് കാശ് കിട്ടാനുള്ളവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വെറുതെ അല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളുടെ കാശ് ഞാൻ പെട്ടെന്ന് തരാം. എന്നാ പെട്ടെന്ന് തന്നേക്ക്. ഞങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളതാ. എനിക്ക് കുറച്ച് അവധി തരണം. അവധി തരാൻ ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ ആന്റണി. നടക്കുന്ന കാര്യം ഞാൻ തന്നെ പറയാം. നിന്റെ ആനയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി മാടമ്പാട്ട് തറവാട്ട് മുറ്റത്ത് നിൽക്കട്ടെ. എന്തേ എന്നെ കൊണ്ടോടാ. നിക്കടാ. തടയാൻ വരരുത് ആന്റണി. തടയാൻ വന്നാ ഈ മുറ്റത്തിട്ട് എല്ലാത്തിനും വെട്ടിനുറുക്കി ചോര കൊണ്ട് എന്നെ കണക്കെഴുത്തള്ളും. വിളിക്കണം നമ്മുടെ ആന ഡ്രൈവറെ. ആന്റണി ചേട്ടനോട് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ചേട്ടൻ അറിയാലോ, എന്റെ ഈ സ്ഥാപനത്തിലൂടെ ഞാൻ കാരണം പലർക്കും ജോലി ലഭിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ തന്നെ പലർക്കും ഡ്രൈവറെ ആവശ്യമുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ചതാ. പക്ഷേ ആന്റണി ചേട്ടന്റെ പേര് പറഞ്ഞപ്പോ പലർക്കും താല്പര്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ലക്ഷങ്ങളുടെ കടക്കാരനല്ലേ, ആ പേടി കൊണ്ടാ. നിന്നെ അതെ, ഇന്നത്തെ പത്രത്തില് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമല്ല, അങ്ങ് നഗരത്തിലാ. അവിടെ ആവുമ്പോ ആനണി ചേട്ടനെ ആർക്കും അറിയില്ലല്ലോ.
താല്പര്യമുണ്ടോന്ന് മുട്ടി നോക്ക്. പോയാൽ ഒരു മുട്ട് കിട്ടിയ ആന്റണി ചേട്ടന്റെ ലക്ക. മിന്നൂസ് ഗ്രൂപ്പ് ഒരു നെല്ലിക്കൽ സ്ഥാപനം കേട്ടിട്ടില്ലേ? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ നെല്ലിക്കൽ സ്ഥാപനത്തിന്. അന്ന് തുടങ്ങിയ ബിസിനസ്സാ. ഇന്നിപ്പോ മിന്നു ഗ്രൂപ്പിന്റെ കീഴിലില്ലാത്ത ബിസിനസ്സുകളില്ല. ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? പക്ഷെ നോക്കിയിട്ട് തന്റെ കാര്യം പോക്കാം. ഇവിടെ നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത ആളുകൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ. കാരണം എന്താ, ഈ നെല്ലിക്കൽ കുടുംബം രാജവംശത്തിൽ പെട്ടതാണേ. അത് തന്നെ പോലുള്ള നീഗ്രകളുടെ രാജവംശമല്ല. വെളുത്തിരിക്കണം, ഇല്ലെങ്കിലേ വെളുപ്പിച്ചിരിക്കണം. മിനിമം ഇത്രയെങ്കിലും. ഞാനിങ്ങനെ കുട്ടി പൗഡർ കോളേജിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നോട്ട് ഓൺലി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒറ്റ പരിഗണന കൊണ്ടാ എനിക്കിവിടെ ജോലി കിട്ടിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരോട് വർമ്മ സാറിനും മിന്നു മേഡത്തിനും ഭയങ്കര സ്നേഹമാണ്. സെക്ഷൻ ആയി പോയി ആ ഫയൽ ഒന്ന് എടുത്തുകൊണ്ടോ. കാക്കത്തമ്പുരാൻ നിന്റെ അപ്പൻ അസുഖാൽക്കാർ സ്നേഹം കൊണ്ടോ ഇങ്ങനെയും വിളിക്കും. ബൈ ദ ബൈ, ഇവിടുത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയായി. വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിലൊരു അംഗമായിട്ട് കൂടെ താമസിക്കുകയും ചെയ്യാം. പിന്നെ എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്. അതിലൊരാളാണ് ദാ വരുന്നത്, വർമ്മ സാറിന്റെ അളിയൻ മാധവ വർമ്മ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇംഗ്ലീഷ് സിദ്ധാബാദ്. ഇതേതാ നിന്നെക്കാൾ വലിയ ബലിക്കാക്ക? ബലിക്കാക്ക സാറിന്റെ അച്ഛൻ. ഡ്രൈവറിന്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞാലും വന്നാണ്. അതാണ് ജനറൽ മാനേജറുടെ മുറി. അങ്ങോട്ട് നടന്നോളൂ, ഞാൻ വന്നേക്കാം. ഓ, ഇനി അവിടെ ഉണ്ടാവും അടുത്ത അവതാരം. വർമ്മ സാറിന്റെ മരുമകൻ മഞ്ജുളകുമാരൻ. മേ ഐ കം ഇൻ സർ? ഒന്ന് നിന്ന് എനിക്ക് തല കറങ്ങുന്നു. ആളിറങ്ങുന്നുണ്ട്. സർ, മുഖത്തേക്ക് നോക്ക്. ഈ ശരീരത്തിന് മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു. അത് ശരി. അതെ, കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാബറ ഡാൻസിന് വന്നാണോ? ലുക്ക്, ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും. എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടിക്കറിയോ, കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇമാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോട് കൂടി ഒരു വിസിലിംഗ് വരും. ആ വിസിലിങ്ങിനെയാണ് കുട്ടി സ്ത്രീ പീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് സാറ് പറയുകയാണ്, മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. പ്ലീസ് ഗോ ഗെറ്റ് ഔട്ട്. എന്റെ വാൽവ് ഉപ്പിട്ടൊരു സോഡ നിറഞ്ഞ വെള്ളം കുടിച്ചില്ലേ സാർ? ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണല്ലേ? അതെ സാർ. സിറ്റ് ഡൗൺ. താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. എങ്കിൽ പറ. ആന്റണീന്നാ. എന്ത് ഗണി? ആന്റണി. ഗുഡ് നൈം, ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല? പരമകഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2 മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ. അറിയില്ല? കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല? ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. കറക്റ്റ് ആൻസർ. ഇവനൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മിന്നുമോളാ. മിന്നുമോള് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കസേര കയറി ഇരിക്കരുതെന്ന്. ഞാനൊന്ന് വിളിക്കട്ടെ? ഞാൻ പറഞ്ഞാൽ അവൾ എത്രത്തൊന്നും പറയില്ല. കാരണം നാളെ അവൾ എന്റെ മകന്റെ ഭാര്യയായിട്ടതാ. അതിനു മുമ്പ് ഞങ്ങൾ ഒളിച്ചോടി. ഹലോ മോളെ, അമ്മാവനെ ഒന്നും നടക്കില്ല. ഇവിടെ ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരാള് വന്നിട്ടുണ്ട്. മിടുക്കനാ. എനിക്ക് അവരുടെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു. ശരി മോളെ. നടക്കില്ല. എടാ, ഇവനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്റെ പട്ടി പോകും. അങ്ങനെയാണെങ്കിൽ അമ്മാവും കൊണ്ട് പോക്കോ. ഞാൻ മിന്നുമ്പോളോട് വിളിച്ചു പറഞ്ഞേക്കാം. അത് വേണ്ട. അതെ,
ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ഐ ഡോണ്ട് നോ ടു വറി ഇമ്മീഡിയറ്റ്ലി സല്യൂട്ടിഫിക്കേഷൻ ഇൻ ദ വേ. വാട്ട് മൈ ഫ്രണ്ട്സ്, വാട്ട് മൈ പ്രോബ്ലം? എന്ന് വെച്ചാൽ നീ നന്നായാൽ നിനക്ക് കൊള്ളാന്ന്. വാടോ, ഇവനോട് പറഞ്ഞതാ. വാടോ, ആ കൂടുതൽ ചാരണ്ട, തന്റെ കറുപ്പതിൽ പിടിക്കും. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ച തനിക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഗിയർ മാറ്റുമ്പം പോലും മിന്നുവിനെ വിളിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ മിന്നു കർക്കശക്കാരിയാണ്. നോക്കിയോ?